നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടേഴ്സ് സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. CPI വിട്ട നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് B ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. 455 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. മൊഞ്ചത്തിക്കൂട്ടങ്ങൾ നിറഞ്ഞാടിയ ഒപ്പനവേദി കലാനഗരി കീഴടക്കി. എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നു. പടവിൽ വെള്ളം കെട്ടി നിർത്തിയതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കർഷകർ. വാർത്തകൾ വിശദമായി. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. കോർപ്പറേഷനിലേക്ക് മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന ബൈജു വർഗീസിന്റെ കിഴക്കേക്കോട്ടയിലെ ഓഫീസിനു നേരെയാണ് ആക്രമണം നടന്നത്. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഗ്ലാസ് ഡോർ തകർത്തു. കസേരകളും ഫാനും നശിപ്പിച്ചു. സംഭവത്തിൽ ബൈജു വർഗീസ് തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മിഷൻ ക്വാർട്ടേഴ്സ് വാർഡിൽ ബൈജു വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ കോൺഗ്രസിനുള്ളിൽ എതിർപ്പുണ്ടായിരുന്നു. ഇവിടെ മുൻ കൌൺസിലർ ജോർജ് ചാണ്ടി സ്വതന്ത്രനായി മത്സരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൽ BJPയിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ നീക്കം. 14 വർഷമായി സജീവ BJP പ്രവർത്തകനാണ് KK സുമേഷ് കുമാർ. നേരത്തെ DICയെ പ്രതിനിധീകരിച്ച് നഗരസഭാ കൌൺസിലറായിട്ടുണ്ട്. കേരള കോൺഗ്രസ് B ജില്ലാ പ്രസിഡന്റായിരുന്നു. സാമുദായിക അടിസ്ഥാനത്തിലാണ് BJP സീറ്റ് നിർണ്ണയിക്കുന്നതെന്നാണ് സുമേഷിന്റെ ആരോപണം. BJPക്ക് പടിഞ്ഞാറേ നടയിൽ ഒരു നയവും കിഴക്കേ നടയിൽ മറ്റൊരു നയവുമാണ്. ഹൈസ്കൂൾ 34-ാം വാർഡ് സീറ്റ് തനിക്ക് നൽകാമെന്ന് ധാരണയുണ്ടായിരുന്നതായി സുമേഷ് പറഞ്ഞു. എന്നാൽ ജനറൽ വാർഡായ ഇവിടെ നിലവിലെ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥിനാണ് സീറ്റ് നൽകിയത്. ജനറൽ സീറ്റിൽ പുരുഷന്മാരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം. ഇതുപ്രകാരമാണ് കിഴക്കേ നടയിൽ സീറ്റ് നിർണയം നടത്തിയത്. എന്നാൽ ഹൈസ്കൂൾ ജനറൽ സീറ്റ് വനിതയ്ക്ക് നൽകിയത് അംഗീകരിക്കാനാകില്ല. ഗുരുവായൂരിന്റെ സമഗ്രമായ വികസനമാണ് ലക്ഷ്യമിടുന്നത്. ഇതിനെ തുരങ്കം വയ്ക്കുന്നതാണ് സാമുദായിക വേർതിരിവ്. ഇതിൽ പ്രതിഷേധിച്ച് ജില്ലാ പ്രസിഡന്റിന് രാജിക്കത്ത് കൈമാറി. ഉടൻ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നും സുമേഷ് കുമാർ പറഞ്ഞു. CPI വിട്ട നഗരസഭാ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് B ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് അഭിലാഷ് പറഞ്ഞു. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK വത്സരാജനും സഹോദരൻ KK ജ്യോതിരാജനും എതിരെ കടുത്ത ആരോപണം ഉന്നയിച്ചാണ് അഭിലാഷ് കഴിഞ്ഞ ദിവസം പാർട്ടി വിട്ടത്. CPIയുടെ വാർഡായ 17-ൽ 3 പേരുകളാണ് സ്ഥാനാർത്ഥി സ്ഥാനത്തേക്ക് ഉയർന്നു വന്നത്. ഇതിൽ താൻ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം ഉണ്ടായിരുന്നതെന്ന് അഭിലാഷ് പറഞ്ഞു. എന്നാൽ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ജ്യോതിരാജനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി തീരുമാനിച്ചത്. ഈ വാർഡ് തനിക്ക് വീട് പോലെയാണെന്ന് അഭിലാഷ് പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ പോരാട്ടം മുറുകി. 455 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല 1-ാം സ്ഥാനത്ത് തുടരുന്നു. 452 പോയിന്റുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല 2-ാം സ്ഥാനത്തും 449 പോയിന്റുമായി ആതിഥേയരായ ഇരിങ്ങാലക്കുട ഉപജില്ല 3-ാം സ്ഥാനത്തും തുടരുന്നു. കലോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ നിർവഹിച്ചു. പ്രധാന വേദിയായ ടൗൺ ഹാളിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ PM ബാലകൃഷ്ണൻ പതാക ഉയർത്തി. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൂടിയാട്ട കലാകാരൻ വേണുജി, കഥകളി കലാകാരൻ കലാനിലയം രാഘവൻ, അമ്മനൂർ പരമേശ്വര ചാക്യാർ, സദനം കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തത്സമയ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ?
മതിലകം സെന്റ് ജോസഫ്. ഓക്കെ. സിജി, കലോത്സവം പുരോഗമിക്കുകയാണ്. കലാമാമാങ്കത്തിന്റെ കേളുകൊട്ടുണർന്നതിന് ശേഷം ഇപ്പോൾ പോയിന്റ് നിലയിൽ വലിയ വേരിയേറ്റങ്ങളാണ് ഉണ്ടാകുന്നത്. കാരണം ഇപ്പൊ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മിനിറ്റ് പ്രതിയാണ് പോയിന്റ് നിലയിൽ മാറ്റമുണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞ പോയിന്റുകളൊക്കെ തന്നെ മാറിയിരിക്കുന്നു. 500 കടന്നിരിക്കുന്നു. ഒന്നാം സ്ഥാനത്തുള്ള തൃശൂർ വെസ്റ്റിന്റെ പോയിന്റ് 503 എത്തിയിരിക്കുന്നു. തൊട്ടുപിറകിലായി തൃശൂർ ഈസ്റ്റും വലപ്പാട് ഉപജില്ലയുമാണ് രണ്ടാം സ്ഥാനത്തുള്ളത്. രണ്ട് കൂട്ടർക്കും 497 പോയിന്റാണുള്ളത്. ഇരിങ്ങാലക്കുട, ആതിഥേയരായ ഇരിങ്ങാലക്കുട 400, അതായത് നേർക്കുനേർ പോരാട്ടം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം തൃശൂർ ഈസ്റ്റും തൃശൂർ വെസ്റ്റും കടുത്ത പോരാട്ടത്തിലാണ്. ഒപ്പം തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി വലപ്പാടും ഇരിങ്ങാലക്കുടയും കുന്നംകുളവും ഉണ്ട് തൊട്ടു പിന്നിൽ. കാരണം അതുകൊണ്ട് തന്നെ ഇത് ഒരുപക്ഷെ ഈ ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ പോകുന്ന രീതിയിലേക്കാണ്. കാരണം രണ്ടാം ദിനമാണ്. രണ്ടാം ദിനത്തിന്റെ മിക്ക മത്സരങ്ങളും പര്യവസാനിച്ചു. ഒപ്പം തന്നെ ചില വേദികളിൽ ഇപ്പോഴും സജീവമായി തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ അവസരത്തിലും ഇപ്പോഴും ആദ്യ ദിനം മുതൽ തന്നെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ ഉപജില്ലയും നടത്തുന്നത്. കാരണം അപ്പോൾ കലാപ്രകടന മികവ് എത്രത്തോളം ഉണ്ട് എന്നത് ഈ പോയിന്റ് നിലയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഓരോ മത്സരങ്ങളും അത്യന്തം ആവേശഭരിതമായിട്ടാണ് കലാവേദികളിൽ പുരോഗമിക്കുന്നത്. ഇന്ന് രണ്ടാം ദിനത്തിൽ ഒപ്പനയും അതുപോലെ തന്നെ ചവിട്ടുനാടകവും കേരള നടനവും അടക്കമുള്ള ജനകീയ ഇനങ്ങളും ഇന്ന് വേദിയിലെത്തി. നാളെയും ഇത്തരത്തിലുള്ള ആവേശം വിതറുന്ന ഒട്ടനവധി മത്സരങ്ങൾ നാളെയും വേദികളിൽ എത്തുന്നുണ്ട്. അപ്പം മറ്റന്നാളാണ് കലോത്സവത്തിന് സമാപനമാകുന്നത്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ മത്സര ക്രമത്തിൽ അല്ലെങ്കിൽ മത്സര സമയക്രമത്തിൽ അല്പം ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട്. കാരണം രാവിലെ മിക്ക വേദികളിലും കലാപ്രകടനം മികവ് കൊണ്ട് ഉണരാൻ അല്പം വൈകുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ മത്സരങ്ങൾ മിക്കതും താമസിച്ച് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് പല വേദികളിലും മത്സരങ്ങൾ വൈകി മാത്രം ആരംഭിച്ചതുകൊണ്ട് തന്നെ മത്സരങ്ങൾ നീണ്ടുപോകുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ന് ഞാൻ പോയ വേദി ട്രിപ്പിൾ ജാസ് അടക്കമുള്ള വേദികളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ മത്സരിക്കാൻ മത്സരാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഈ കുറെ സംസ്ഥാന തലത്തിൽ ജില്ലയെ പ്രതിനിധീകരിക്കാൻ ഹൈസ്കൂൾ വിഭാഗത്തിൽ ട്രിപ്പിൾ ജാസ് അടക്കമുള്ള ഇനങ്ങളിൽ മത്സരാർത്ഥി ഉണ്ടാവില്ല. അപ്പം അത്തരം ചില മേഖലകളിൽ അല്ലെങ്കിൽ വിഭാഗങ്ങളിൽ മത്സരാർത്ഥികളുടെ എണ്ണം നന്നേ കുറവായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അതേസമയം 8 മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. അങ്ങനെ പല വേദികളിലും ഇപ്പം പുതുതായി ഉൾപ്പെടുത്തിയിട്ടുള്ള പണി നൃത്തം അടക്കമുള്ളവയും ഇന്ന് അരങ്ങേറി. അവിടെയൊക്കെ വലിയ സദസ്സായിരുന്നു. കാരണം നിറഞ്ഞു കവിഞ്ഞ സദസ്സായിരുന്നു ഈ വേദികളിലൊക്കെ തന്നെ നമുക്ക് ദൃശ്യമായിരുന്നത്. കലാപ്രകടന മികവ് ആസ്വദിക്കാനും അവർക്ക് പൂർണ്ണ പിന്തുണയുമായി ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ ഒരുപോലെ വേദികളിലേക്ക് എത്തുന്നു എന്നുള്ള കാഴ്ചയും ഏറെ സന്തോഷകരമാണ്. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി അധ്യാപകരും സഹപ്രവർത്തകരും സഹപാഠികളും ഒക്കെ തന്നെ എല്ലാ വേദികളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ഇന്ന് ഒപ്പന മത്സരവും ഇപ്പോൾ പ്രധാന വേദിയിൽ തുടരുകയാണ്. അങ്ങനെ ചില വേദികളിൽ ഇപ്പോഴും ഈ ഒരു സമയത്തും മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. മിക്കപ്പോഴും നമുക്ക് ഉച്ചയോടുകൂടി അല്ലെങ്കിൽ 2:30 ഏറ്റവും അവസാന ഇനത്തിൽ മത്സരങ്ങൾ സമയക്രമം അനുസരിച്ച് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ അവ പോലും ഇപ്പോൾ വൈകി മാത്രം നടക്കുന്ന ചില വേദികളിലുമുണ്ട്. എന്നാൽ പല വേദികളിലും മത്സരങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിയും ഇപ്പോൾ നിലവിലുണ്ട്. എന്തായാലും മത്സരാവേശത്തിന് ഒട്ടും കുറവില്ല. രണ്ടാം ദിനത്തിലും അത്യന്തം ആവേശഭരിതമായിട്ടാണ് മത്സരങ്ങൾ ഓരോ വേദികളിലും നടന്നത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പോയിന്റ് നിലയിൽ തന്നെ അത് വ്യക്തമാണ്. ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്ന തൃശൂർ വെസ്റ്റിന്റെ
503 പോയിന്റ് നേടി അവർ 500 പിന്നിട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ഈ മത്സര ചിത്രം ഏറെക്കുറെ വ്യക്തമാക്കുന്നതാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെയും ജനപ്രിയ ഇനങ്ങളടക്കം വേദിയിലേക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള മുന്നൊരുക്കത്തിലാണ് പല മത്സരാർത്ഥികളും. ഒന്നിൽ കൂടുതൽ മത്സരങ്ങൾ ഉള്ള മത്സരാർത്ഥികളും ഉണ്ട്. അവർക്ക് ഇതൊരു ഇടവേള ആണ്. എന്നാലും വരും ദിവസങ്ങളിലും വേദികൾ സജീവമായി തന്നെ ഇരിങ്ങാലക്കുടയിൽ മുന്നോട്ട് പോകും. ആ ഒരു പ്രതീക്ഷയിലാണ് സംഘാടകരും ഒപ്പം തന്നെ മത്സരാർത്ഥികളും ഉള്ളത്. സിജി, നന്ദി അഭിജിത്ത് വിശദവിവരങ്ങൾ നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ നിന്ന് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദികളുടെ ആവേശഭരിതമായ റിപ്പോർട്ടുകൾ TCBയിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചേർന്നത് അഭിജിത്ത് തലച്ചിറ. മറ്റു വാർത്തയിലേക്ക് നോക്കാം. എറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നു. വിത കഴിഞ്ഞ നിശ്ചിത ദിവസങ്ങൾ പിന്നിടാതെ പടവിൽ വെള്ളം കെട്ടി നിർത്തിയത് മൂലമാണ് കൃഷി നശിക്കുന്നതെന്ന് കർഷകർ ആരോപിച്ചു. കൊടയാട്ടി പടവിലെ കൈത പ്രദേശത്തുള്ള 5 ഏക്കറിലാണ് വെള്ളം കെട്ടിനിൽക്കുന്നത് മൂലം കൃഷി നശിക്കുന്നതായി പരാതി ഉയർന്നത്. സമീപത്തുള്ള പോത്തോൾ, മൂലക്കോൾ എന്നീ പടവുകളിൽ ഞാറ് നടന്നതിന് സൗകര്യമൊരുക്കുന്നതിന് വേണ്ടിയാണ് പാടശേഖര സമിതി വെള്ളം കെട്ടിനിർത്തിയിട്ടുള്ളതെന്നാണ് ആരോപണം. കൈത പ്രദേശത്ത് വിത കഴിഞ്ഞ് 11ാം ദിവസം മുതൽ വെള്ളം കെട്ടിനിർത്തിയിരിക്കുകയാണ്. കൂടുതൽ ദിവസം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ പലയിടത്തും ഞാറുകൾ നശിച്ചു തുടങ്ങി. പാടശേഖര സമിതിയെ അറിയിച്ചിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് കർഷകനായ ചാലിശ്ശേരി കുറ്റൂക്കാരൻ ലോനപ്പൻ പറഞ്ഞു. 3 ദിവസമായിട്ട് വെള്ളം തുറന്നിട്ട് നിറച്ചിട്ടിരിക്കുന്നു. 3 ദിവസത്തിനുള്ളിൽ വെള്ളം അവർ അടച്ചിട്ടില്ല. അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അടച്ചിട്ടില്ല. അതുകൊണ്ട് അവരുടെ അനാസ്ഥ കൊണ്ട് 3 ദിവസമായിട്ട് ഈ 15 ദിവസമായ ഞാറിൽ വെള്ളം തുമ്പ എല്ലാം ഫുൾ നിറഞ്ഞു കിടക്കുന്നു. അതുകൊണ്ട് ഞാറ് ചീഞ്ഞുകൊണ്ടിരിക്കുന്നു പറയാം. അതേസമയം കർഷകർ ഉന്നയിച്ച പരാതി അടിസ്ഥാനരഹിതമാണെന്ന് പടവ് സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ വിശദീകരിച്ചു. കൃഷി ആരംഭിച്ച ശേഷം പുല്ല് ചെയ്യുന്നതിനായി 4 ദിവസം പാടശേഖരത്തിൽ വെള്ളം കെട്ടി നിർത്തുന്നത് പതിവാണെന്നും പടവ് സെക്രട്ടറി വ്യക്തമാക്കി. TCV തൃശൂർ. ന്യൂനപക്ഷ കമ്മീഷന്റെ സിറ്റിംഗ് കളക്ടറേറ്റ് അനക്സ് ഹാളിൽ നടന്നു. ന്യൂനപക്ഷ കമ്മീഷൻ അംഗം A. സൈഫുദ്ദീനാണ് സിറ്റിംഗ് നടത്തിയത്. കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തിയ 7 പരാതികളിൽ 5 എണ്ണം തീർപ്പാക്കി, 2 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. ആഭ്യന്തരം, വാട്ടർ അതോറിറ്റി, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളാണ് സിറ്റിംഗിൽ പരിഗണിച്ചത്. അടുത്ത സിറ്റിംഗ് 2026 ജനുവരി മാസത്തിൽ നടത്തുമെന്നാണ് കമ്മീഷൻ അംഗം അറിയിച്ചത്. എറവ് പാൽ സൊസൈറ്റിക്കു സമീപം സ്വകാര്യ ബസ്സിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ 2 പെയിന്റിംഗ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. എറവ് സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ അനിഷ, തെക്കൂട്ട് വീട്ടിൽ ശ്രീകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെയായിരുന്നു അപകടം. വാടാനപ്പള്ളിയിലെ ജോലി സ്ഥലത്തേക്ക് സ്കൂട്ടറിൽ പോകവെ റോഡിലെ കുഴി അടച്ച ഭാഗം ഒഴിവാക്കിയെടുത്തപ്പോൾ പുറകിൽ വന്ന ബസ്സിടിച്ച് ഇവർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇവരുടെ കൈവശമുണ്ടായിരുന്ന പെയിന്റ് പാത്രങ്ങൾ പൊട്ടി റോഡിലൊഴുകി. അനിഷാദിന്റെ ദേഹമാസകലം പെയിന്റിൽ മുങ്ങിയ നിലയിലായിരുന്നു. ബസ് നിർത്തിയ ശേഷം ബസ് ഉടമ എത്തി ഏറെ പണിപ്പെട്ട് കുറച്ചു ഭാഗം പെയിന്റ് തുടച്ചു മാറ്റിയെങ്കിലും കൂടുതൽ ഭാഗത്തും പെയിന്റ് മാറ്റാൻ കഴിയാത്ത നിലയിലായിരുന്നു. കുന്നംകുളം പാറേമ്പാടത്ത് കാറിന് പുറകിൽ മറ്റൊരു കാർ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. ഗുരുവായൂർ സ്വദേശി അനൂപിനാണ് പരിക്ക്. കുന്നംകുളം ഭാഗത്തേക്ക് വന്നിരുന്ന കാറുകളാണ് അപകടത്തിൽപ്പെട്ടത്. ഇടിച്ച കാർ നിർമ്മാണം നടക്കുന്ന കാനയിലേക്കും മുന്നിലുണ്ടായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ പറമ്പിലേക്കും മറിഞ്ഞു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ചെമ്പൈ സംഗീതോത്സവം മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ തുടരുന്നു. 3 ദിവസം പിന്നിട്ടപ്പോൾ 500ഓളം പേർ സംഗീതാർച്ചന നടത്തി. തുടക്കക്കാർ മുതൽ സംഗീത അധ്യാപകർ വരെ സംഗീതാർച്ചന നടത്തുന്നുണ്ട്. വൈകിട്ട് നടക്കുന്ന വിശേഷാൽ കച്ചേരിക്ക് ആസ്വാദകരുടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഹരിപ്രസാദ് സുബ്രഹ്മണ്യത്തിന്റെ പുല്ലാങ്കുഴൽ വാദനം ആസ്വാദക മനസ്സുകൾ കീഴടക്കി. സുധാ രഞ്ജിത്ത്, ഡൽഹി സുന്ദർരാജൻ എന്നിവരുടെ കച്ചേരികളും ഹൃദ്യമായി. സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരുമ്പോഴാണ് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതെന്നും കുട്ടികൾ തോൽവി ഭയന്ന് മാറി നിൽക്കാതെ എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് വരണമെന്നും തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രോഹിത് നന്ദകുമാർ പറഞ്ഞു. എക്കോസ് ഓഫ് ഇന്ദിരാഗാന്ധി എന്ന പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പ്രസംഗങ്ങൾ അവതരിപ്പിച്ച് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ലഭിച്ച തൃശൂർ സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റെക്കോർഡ് പ്രകടനത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡിഇഒ. സോഷ്യൽ സയൻസ് ക്ലബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്കൂൾ പാർലമെന്റ് അംഗങ്ങളുടെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ്
106 വർഷം പഴക്കമുള്ള തൃശൂർ നഗരത്തിലെ കലാലയ മുത്തശ്ശിയായ സേക്രഡ് ഹാർട്ട് സ്കൂളിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ വേൾഡ് റെക്കോർഡ് ലഭിച്ചത്. ഇന്ത്യയുടെ പ്രഥമ വനിതാ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി 1966 മുതൽ 84 മരിക്കുന്നതുവരെ നടത്തിയ പ്രസംഗങ്ങൾ 12 മണിക്കൂർ കൊണ്ട് അവതരിപ്പിച്ചാണ് കുട്ടികൾ വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത്. ഈ മാസം 15-നാണ് പരിപാടി സംഘടിപ്പിച്ചത്. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള 376 കുട്ടികളാണ് അവതരണത്തിൽ പങ്കെടുത്തത്. ഇവർക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാനായി ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനത്തിൽ സ്കൂൾ അങ്കണത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ വിൻസി വർഗീസ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ജോമോൻ പല്ലൻ, PTA എക്സിക്യൂട്ടീവ് അംഗം KV അരുൺകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. ഇടവേള. ഒരു വർഷം മുമ്പ് മാത്രം തുടങ്ങിയ ചാനൽ എന്നുള്ളൊരു പരിമിതി ന്യൂസ് മലയാളത്തിനുള്ളതായിട്ട് തോന്നിയിട്ടില്ല. RDX എന്ന പ്രോഗ്രാം 8 മണിക്ക് അത് കാണുന്നുണ്ട്. നല്ല പ്രോഗ്രാമാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് കാണുന്ന ചാനലാണ്. വീട്ടുകാരെല്ലാവരും കാണലുണ്ട്. നന്നായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായ തോന്നിയത് വാർത്തകൾക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നുണ്ട്. വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ന്യൂസ് ഇതാണ് വെക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. കേരളം പറയുന്നു, എല്ലാരും കാണുന്നത് ന്യൂസ് മലയാളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ഇനി റവന്യൂ ജില്ലാ കലോത്സവ വാർത്തകളിലേക്ക്. ചടുലമായ ചുവടുകളുമായി ചവിട്ട് നാടകവേദിയിൽ മിന്നുന്ന പ്രകടനങ്ങൾ. കണ്ണഞ്ചിപ്പിക്കുന്ന വേഷം, അതിവേഗമുള്ള നീക്കം, സ്റ്റേജ് കുലുങ്ങുന്ന ചവിട്ടുകൾ. കലോത്സവത്തിലെ തീപാറുന്ന ഇനമാണ് ചവിട്ടുനാടകം. പഴയ റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ് ചവിട്ടുനാടകത്തിലെ കഥാപാത്രങ്ങൾ. വളരെയധികം പരിശീലനം വേണം ഈ കലാരൂപം അവതരിപ്പിക്കാൻ. ഒരു അവതരണം കഴിയുമ്പോഴേക്കും മത്സരാർത്ഥികൾ ക്ഷീണിച്ചവശരാകും. വേഷം വർണ്ണാഭമാണ്, പക്ഷേ ചിലവ് ചില്ലറയല്ല. കൊച്ചി ഭാഗത്ത് ഉരുത്തിരിഞ്ഞ ഈ കലാരൂപം മികവോടെ കാണണമെങ്കിൽ കലോത്സവ വേദിയിലെത്തണം എന്നായിട്ടുണ്ട്. വേദിയെയും സദസ്സിനെയും ഒരുപോലെ പ്രകമ്പനം കൊള്ളിക്കുന്ന ചവിട്ടുനാടകം കലോത്സവം 2ാം നാളിലെ ശ്രദ്ധേയമായ ഇനമായി മാറി. വേദനയുടെ മുഖഭാവം മറന്ന് ആവേശം ചോരാത്ത നിശ്ചയദാർഢ്യത്തോടെ കേരള നടനത്തിൽ വൈഗ ആടിത്തീർത്തത് മിന്നും പ്രകടനമായിരുന്നു. വേദനയുടെ മുഖഭാവം മറന്ന് ആവേശം ചോരാത്ത നിശ്ചയദാർഢ്യത്തോടെ കേരള നടനത്തിൽ വൈഗ ആടിത്തീർത്തത് മിന്നും പ്രകടനമായിരുന്നു. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് GHSSലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഇടത് കൈയുടെ വിരലിലേലിന് പൊട്ടലുണ്ടായിരുന്നു. സ്കൂൾ കലോത്സവത്തിനിടയിൽ വേദിയിൽ കൈകുത്തിയപ്പോൾ സംഭവിച്ച അപകടത്തെ തുടർന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയിൽ പ്ലാസ്റ്റർ ഇടണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നു. സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രാക്ടീസിനിടയ്ക്കാണ് എനിക്ക് എന്റെ കയ്യിൽ ഇത് സംഭവിച്ചത്. അപ്പോൾ സബ് ജില്ല കളിക്കാൻ പറ്റുമെന്ന് ഭയങ്കര സംശയമായിരുന്നു. ഡോക്ടർ പറഞ്ഞു പ്ലാസ്റ്റർ ഇടണമെന്ന്. അപ്പോൾ പറഞ്ഞു എന്താ പറയുക, സബ് ജില്ല ആയതുകൊണ്ട് ഇപ്പോൾ പറ്റില്ല പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാൽ ഇങ്ങനെ കളിക്കണം, പക്ഷേ കൂടുതൽ തട്ടിക്കഴിഞ്ഞാൽ പൊട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കളിക്കുമ്പോഴായാലും പേടിയുണ്ടായിരുന്നു. പക്ഷെ സബ് ജില്ലയിൽ നന്നായിട്ട് എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. കൈൻ്റെ വേദന ഒന്നും ശ്രദ്ധിക്കാണ്ട് ചെയ്യാൻ പറ്റി. അതിലേക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അത് ജില്ല വരെ എത്തി നിൽക്കുന്നു. പിന്നീട് ഉപജില്ലയിൽ കേരള നടനം, മോഹിനിയാട്ടം എന്നിവയിൽ 1ാം സ്ഥാനം നേടിയതോടെ ജില്ലയിലേക്കുള്ള മത്സരത്തിന്റെ പരിശീലനം തുടങ്ങിയപ്പോൾ വേദന മറക്കേണ്ടി വന്നു. പരിശീലനത്തിന്റെ ഓരോ ദിവസവും വേദന കൂടിയിരുന്നു.
ഈ വേദനയേക്കാളും വലുത് തന്റെ കലാരംഗത്തെ സ്വപ്ന സാക്ഷാത്കാരമെന്ന തിരിച്ചറിവിലാണ് വൈഗ വേദിയിലെത്തിയത്. മൊഞ്ചത്തിക്കൂട്ടങ്ങൾ നിറഞ്ഞാടിയ ഒപ്പനവേദി കലാനഗരി കീഴടക്കി. കൊതി പൊങ്കി പാരിടത്തിൽ തിര പോലെ ദിവാനിടത്തിൽ കൊതി പൊങ്കി പാരിടത്തിൽ തിര പോലെ ദിവാനിടത്തിൽ അതിച്ചിടങ്ങിരുന്നവർ തിരുദസിംഹസരകം കാണുവാൻ തരമായ ജിന്നുകൾ ഹിംസുകൾ നിരയാ. പ്രധാന വേദിയായ ടൗൺ ഹാളിലായിരുന്നു കലോത്സവങ്ങളിലെ ജനപ്രിയ ഇനങ്ങളിലൊന്നായ ഒപ്പന അരങ്ങേറിയത്. പരമ്പരാഗത വേഷവിധാനങ്ങളോടെ മണിക്കൂറുകൾ നീണ്ട അണിഞ്ഞൊരുങ്ങലുകൾ, ചെറുതായിട്ട് മേക്കപ്പ്കാർക്കൊക്കെ എല്ലാം കൂടി 3 മണിക്കൂർ, മണവാട്ടിയും ഇവരെല്ലാവരും കൂടിയിട്ട്. മണവാട്ടിയും സഖിമാരുമായി വേഷപ്പകർച്ച നടക്കുമ്പോൾ പോലും പലരും കൈകൊട്ടി പാട്ടുപാടി ചുവടുകൾ ഹൃദ്യസ്ഥമാക്കുന്നതും ഗ്രീൻ റൂമുകളിലെ പതിവ് കാഴ്ചയായി. ഒരുക്കങ്ങൾക്ക് ശേഷം പിന്നെ കാത്തിരിപ്പാണ്. തങ്ങളുടെ ഊഴത്തിലേക്കുള്ള ദൈർഘ്യം മറ്റ് സംഘങ്ങളുടെ പ്രകടനം വീക്ഷിച്ചായിരുന്നു മിക്ക മൊഞ്ചത്തിക്കൂട്ടങ്ങളും തള്ളി നീക്കിയത്. ഒടുവിൽ അരങ്ങിലെത്തിയ സംഘങ്ങൾ താളത്തിൽ കൈകൊട്ടിപ്പാടി ആടിത്തിമിർത്തു. മണവാട്ടിയുടെ നാണവും സഖിമാരുടെ കളിച്ചിരികളുമെല്ലാം ഒപ്പനവേദിയെ വിരുന്നൂട്ടി. ആദ്യമായി എത്തി മികച്ച പ്രകടനം കാഴ്ചവെച്ച സംഘങ്ങൾക്ക് നിറഞ്ഞ സംതൃപ്തിയാണ് വേദി സമ്മാനിച്ചത്. കുഴപ്പമില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ട്, അല്ലാതെ ഹയർ സെക്കൻഡറി ആദ്യം ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. ആദ്യ അവസാനം വരെ നിറഞ്ഞു കവിഞ്ഞ സദസ്സും ഒപ്പനവേദിയെ സജീവമാക്കി. കലോത്സവ നഗരിയിൽ ആവേശത്തിനൊപ്പം ജനപ്രിയ ഇനമായ ഒപ്പന കാണികളെ പിടിച്ചിരുത്തുന്നതായി. അത്യന്തം ആവേശം നിറഞ്ഞ മത്സരത്തിൽ മണവാട്ടി സംഘങ്ങളും മാറ്ററിയിച്ചാണ് മുന്നേറിയത്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV. പൈതൃകത്തിന്റെ താളത്തിൽ റവന്യൂ ജില്ലാ കലോത്സവ വേദിയിൽ പണിയ നൃത്തം. കലോത്സവ വേദിയിൽ 2ാം ദിനത്തിന്റെ പകലിന് വരവേറ്റത് ചുരമിറങ്ങി വന്ന് തുടിതാളമുയർത്തിയ പണിയനൃത്തമാണ്. വയനാടൻ മണ്ണിന്റെ തനത് ഗോത്ര കലാരൂപമായ പണിയനൃത്തം ആദിവാസി സമൂഹത്തിന്റെ സാംസ്കാരിക തനിമയും ജീവിതരീതിയും വേഷപ്പകർച്ചയും അതേപടി വേദിയിലെത്തിച്ചപ്പോൾ കാണികൾക്ക് അത് നവ്യാനുഭവമായി. മണ്ണും പ്രകൃതിയും ജീവിതവും സംഗമിക്കുന്ന ഈ ദൃശ്യവിസ്മയം കലോത്സവത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. താളത്തിലെ ചടുലതയും ഈണത്തിലെ പുതുമയുമാണ് പണിയ നൃത്തത്തെ പ്രിയങ്കരമാക്കിയത്. കഴിഞ്ഞ വർഷം മുതലാണ് സ്കൂൾ കലോത്സവത്തിൽ പണിയ നൃത്തം മത്സര ഇനമായത്. ഹൈസ്കൂൾ വിഭാഗത്തിൽ 10 ടീമുകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 12 ടീമുകളുമാണ് മാറ്റുരച്ചത്. ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാമതെത്തി ഇലഞ്ഞിത്തറ മേള പ്രമാണിയുടെ കൊച്ചുമകനും സംഘവും. തൃശൂർ പൂരത്തിൽ പാറമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേള പ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാരുടെ കൊച്ചുമകനും സംഘവും ഹൈസ്കൂൾ വിഭാഗം ചെണ്ടമേളത്തിൽ ഒന്നാമതെത്തി. അനിയന്മാരാരുടെ മകൻ മനോജിന്റെ മകനായ അഭിനന്ദ് മാരാരും സംഘവുമാണ് വിവേകോദയം സ്കൂളിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചത്.
ഇടന്തലയിൽ അഭിനന്ദ് മാരാരും ആഗ്നേയും കൊട്ടിക്കയറിയപ്പോൾ വലന്തലയിൽ ശ്രീഹരിയും ശ്രീരാഗും, ഇലത്താളത്തിൽ പ്രയാഗും, കൊമ്പിൽ മണികണ്ഠനും, കുഴലിൽ ദേവും ഒപ്പം ചേർന്നു. ചെണ്ടയിൽ പാറമേക്കാവ് ആദർശ്, കുഴലിലും കൊമ്പിലും പട്ടിക്കാട് അജി എന്നിവരായിരുന്നു ഗുരുക്കന്മാർ. ഹയർ സെക്കൻഡറി വിഭാഗം ചെണ്ടമേളത്തിലും വിവേകോദയത്തിനായിരുന്നു ഒന്നാം സ്ഥാനം. കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എറിയാട് സിപിഐയിൽ ഭിന്നത രൂക്ഷമാകുന്നു. ഇതേ തുടർന്ന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാഹിദ് അബ്ദുള്ള രാജിവെച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിലെ അത്താണി ഡിവിഷൻ തെരഞ്ഞെടുപ്പിൽ സിപിഐ സ്ഥാനാർത്ഥിയെ നിർണയിച്ചതിലുള്ള അഭിപ്രായ ഭിന്നതയാണ് രാജിക്കിടയാക്കിയത്. പ്രവർത്തകരുടെ വികാരം മാനിക്കാതെയാണ് മണ്ഡലം കമ്മിറ്റി സ്ഥാനാർത്ഥിയെ അടിച്ചേൽപ്പിച്ചതെന്ന് ഷാഹിദ് അബ്ദുള്ള ആരോപിച്ചു. പാർട്ടി അംഗമായി തുടരുമെന്നും മണ്ഡലം കമ്മിറ്റിയുടെ തെറ്റായ നിലപാടിനോടുള്ള പ്രതിഷേധമാണ് രാജിയെന്നും ഷാഹിദ് അബ്ദുള്ള പറഞ്ഞു. പരമ്പരാഗതമായിട്ട് എറിയാട് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നാണ് ഈ ഡിവിഷനിലേക്ക് സ്ഥാനാർത്ഥികളെ നടത്തുന്നത്. അതിലൊരു ചോദ്യമോ ഒന്നും ഉണ്ടാകാറില്ല. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത പോലെ തന്നെ അഴീക്കോടിനും ഇടവിലിങ്ങിനും ഈ സീറ്റിൽ അവകാശമുണ്ടെന്ന് പാർട്ടി സഖാക്കൾ 1-2 പ്രാവശ്യം ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായി ഞാൻ ശക്തമായി എറിയാട് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി ഈ സീറ്റ് നിർബന്ധമായിട്ട് തരണമെന്ന് പാർട്ടിയിൽ ആവശ്യപ്പെടുകയുണ്ടായി. 3 പേരുകൾ നിർദ്ദേശിച്ചു. അത് ലോക്കൽ കമ്മിറ്റിയുടെ നിർദ്ദേശമല്ല, ആ സഖാക്കളുടെ നിർദ്ദേശമായിരുന്നു. ഈ സബ് കമ്മിറ്റി രൂപീകരിക്കാതെ മണ്ഡലം കമ്മിറ്റി ചേരുകയും സെക്രട്ടേറിയറ്റ് തീരുമാനം എന്നുള്ള നിലക്ക് ഈ 3 പേരിൽ നിന്ന് 2 പേരെ ഒഴിവാക്കി ഒരാളെ മാത്രം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ അംഗീകാരം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിനെ എതിർത്തു. ഗുരുവായൂർ നഗരസഭയിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സ്ഥാനാർത്ഥികൾ നഗരത്തിൽ പ്രകടനം നടത്തി. LDFിലെ 46 സ്ഥാനാർത്ഥികളും പ്രകടനമായി എത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. തുടർന്ന് AKG സദനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ CPM ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. യുവത്വത്തിന് പ്രാധാന്യം നൽകിയും 60% സ്ത്രീ സംവരണം ഉറപ്പാക്കിയുമാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയതെന്ന് സുമേഷ് പറഞ്ഞു. CPMന് 31ഉം CPIക്ക് 8ഉം സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. 7 LDF സ്വതന്ത്രന്മാരും മത്സരരംഗത്തുണ്ട്. CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, ലോക്കൽ സെക്രട്ടറി KR സൂരജ്, ഘടകകക്ഷി നേതാക്കളായ ഗീതാ ഗോപി, NP നാസർ, K മോഹൻദാസ്, അനൂപ് പെരുമ്പിലാവിൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീനാരായണപുരം പഞ്ചായത്തിൽ ഒരു വീട്ടിൽ നിന്ന് UDFന് 2 സ്ഥാനാർത്ഥികൾ. അച്ഛനും മകനും സ്ഥാനാർത്ഥികളായി രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് കുടുംബകാര്യമായി. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ 20ാം വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി KR അശോകന്റെ മകൻ KA മാനവേന്ദ്രൻ 22ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റായ KR അശോകൻ 2000 മുതൽ 2015 വരെ 3 വട്ടം പഞ്ചായത്ത് അംഗമായിരുന്നു. ജനാധിപത്യം ഇവിടെ ഉണ്ടാവണം, മതേതരത്വം പുലരണം. അതാണ് ഇപ്പോൾ വികസനമല്ല കാര്യം. ഏറ്റവും പരമപ്രധാനമായിട്ട് ജനങ്ങൾ ചിന്തിക്കുന്നത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരാൻ രാഷ്ട്രീയ പാർട്ടികൾ. അപ്പം അതിന് ആക്കം കൂട്ടാനാണ് ഞാൻ വന്നത്. അപ്പം എൻ്റെ പാത പിന്തുടർന്ന് എൻ്റെ മകനും അവനെ നിശ്ചയിച്ച ഈ പാർട്ടിയൊന്നുമല്ല, ക്ഷയ മത്സ്യത്തൊഴിലാളികളാണ് അവിടുത്തെ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്. ഇവരൊക്കെയാണ് എൻ്റെ മകനൊരു കോൺഗ്രസ്സുകാരനായി ഈ നാട്ടിൽ എല്ലാവരും ഒന്നിച്ച് ജീവിക്കണം, ഒന്നിച്ച് മരിക്കണം എന്ന് പറയുന്ന ആ ഒരു പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കുന്നത് എനിക്ക് അതിയായ അഭിമാനമാണ്. അതിൽ അവൻ സ്ഥാനാർത്ഥിയായാലും എനിക്ക് അഭിമാനമുണ്ട്. അശോകന്റെ മകൻ മാനവേന്ദ്രൻ നിയമ വിദ്യാർത്ഥിയാണ്. മലയാളം, സോഷ്യോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദത്തിനും പഠിച്ചു വരികയാണ് ഈ 22 വയസ്സുകാരനായ സ്ഥാനാർത്ഥി. വീക്ഷണം ദിനപത്രത്തിൽ കോളമിസ്റ്റുമാണ് മാനവേന്ദ്രൻ. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ ജാഗ്രത വേണ്ടുന്ന ഒരു കാലമാണ്. വിഷയമായിട്ടും ഈ പാരമ്പര്യം, പൈതൃകം അത് ഉണ്ട്. കണിശമായിട്ടും അതൊരു വലിയ പ്രചോദനം. ഞങ്ങളൊക്കെ വളരെ എക്സൈറ്റഡ് ആണ്. ചെറുപ്പക്കാരൻ എന്ന രീതിയിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടാനും അത് പരിഹരിക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ട്.
നമ്മളത് കണിശമായിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് ചെയ്യും. തീർച്ചയായിട്ടും ചെയ്യും, ഒരു സംശയമില്ല. വെരി കോൺഫിഡൻറ്റ്. അച്ഛന്റെ പാത പിന്തുടർന്ന് മകനും മകന് വഴികാട്ടിയായി അച്ഛനും തിരഞ്ഞെടുപ്പ് ഗോതയിൽ അംഗത്തിനിറങ്ങുമ്പോൾ ഇരുവർക്കും ശുഭപ്രതീക്ഷയാണുള്ളത്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. തൃശൂർ കോർപ്പറേഷനിലെ 5 ഡിവിഷനിലേക്ക് കൂടി NDA സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പുതൂർക്കര സൗമ്യ അനീഷ്, കാളത്തോട് ശീതൾ രാജ, ഒല്ലൂർ രേഖ പ്രകാശൻ, പനമുക്ക് ധന്യ പ്രണീഷ്, സിവിൽ സ്റ്റേഷൻ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥൻ എന്നിവരെയാണ് സ്ഥാനാർത്ഥികളായി BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പ്രഖ്യാപിച്ചത്. പടിയൂരിൽ സജീവ BJP പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി. BJP വിട്ട് എത്തിയവർക്ക് മന്ത്രി R. ബിന്ദുവിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. BJP തൃശൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി അംഗം നിഷ രാഗേഷ്, സജീവ പ്രവർത്തകനായിരുന്ന മാമ്പ്ര സുരേഷ്, ഇദ്ദേഹത്തിന്റെ ഭാര്യ സൗമ്യ സുരേഷ്, മുൻ ബൂത്ത് സെക്രട്ടറി അടിപറമ്പിൽ രാഗേഷ്, അടിപറമ്പിൽ രാജൻ എന്നിവരാണ് BJP വിട്ട് CPM-ൽ ചേർന്നത്. പടിയൂർ പഞ്ചായത്ത് 7-ാം വാർഡിൽ സൗമ്യ സുരേഷാണ് CPM സ്ഥാനാർത്ഥി. സ്വീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം CD സിജിത്ത്, നേതാക്കളായ TR ഭുവനേശ്വരൻ, ON അജിത് കുമാർ, ലിജി രതീഷ്, രാജേഷ് അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. ജീവിതവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആവശ്യങ്ങളും നേതാക്കളായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ മനസ്സിന്റെ നിറവും ഔദാര്യവുമാണ് ദാനധർമ്മമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ. ദാനധർമ്മം ചെയ്യാൻ തൃശൂരുകാരെ പഠിപ്പിച്ച സർവകലാശാലയാണ് ദൈവശബ്ദമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീറ്റ് ജീസസ് പ്രയർ ടീം സംഘടിപ്പിച്ച 32ാമത് ദൈവശബ്ദം ബൈബിൾ കൺവെൻഷന്റെ സമാപന ദിവസം ദിവ്യബലി അർപ്പിച്ച് സമാപന സന്ദേശം നൽകുകയായിരുന്നു മാർ റാഫേൽ തട്ടിൽ. മത്സരബുദ്ധിയോടെ വലിയ പള്ളികൾ പണിതുയർത്തുന്ന ഇക്കാലത്ത് ദൈവശബ്ദം കൺവെൻഷനിലെ ബാക്കി തുക ഉപയോഗിച്ച് 275 സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തിയത് നിസാര കാര്യമല്ലെന്ന് മാർ തട്ടിൽ പറഞ്ഞു. നവംബർ 15 മുതൽ 19 വരെ രാവിലെ 9 മുതൽ 4 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 9 വരെയും നടന്നുവന്ന ദൈവശബ്ദം ബൈബിൾ കൺവെൻഷനിൽ 10,000-ങ്ങളാണ് എത്തിച്ചേർന്നത്. വയനാട് അനുഗ്രഹ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ മാത്യു വയലാമണ്ണിലിന്റെ നേതൃത്വത്തിലാണ് ബൈബിൾ കൺവെൻഷൻ നടന്നത്. കൺവെൻഷൻ സമാപന ദിവ്യബലിക്ക് തൃശൂർ ബസലിക്ക അസിസ്റ്റന്റ് വികാരി ബെൽവിൻ തട്ടിൽ കാർമ്മികത്വം വഹിച്ചു. കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റം ഡയറക്ടർ ഫാദർ റോയ് വേളക്കൊമ്പിൽ, മീറ്റ് ജീസസ് പ്രയർ ടീം ആത്മീയ പിതാവ് ഫാദർ ഷാജൻ തേർമടം, രക്ഷാധികാരി ഫാദർ തോമസ് കാക്കശ്ശേരി എന്നിവർ കൺവെൻഷന് നേതൃത്വം നൽകി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ ഉടൻ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ ലോങ് മാർച്ച് നടത്തി. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് കളക്ടറേറ്റിലേക്ക് നടത്തിയ ലോങ് മാർച്ച് NGO അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മോബിഷ് P. തോമസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി MO ഡെയ്സൺ അധ്യക്ഷനായി. 100 കണക്കിന് ജീവനക്കാർ പ്രതിഷേധ ലോങ് മാർച്ചിൽ പങ്കെടുത്തു. ഇനി അറിയാം ഇന്നത്തെ സ്വർണ്ണവില. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,445 രൂപ, പവന് 91,560 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിനു നേരെ ആക്രമണം. കോർപ്പറേഷൻ മിഷൻ ക്വാർട്ടർ സ്ഥാനാർത്ഥി ബൈജു വർഗീസിന്റെ ഓഫീസ് അടിച്ചു തകർത്തു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഗുരുവായൂരിൽ BJP-യിൽ പൊട്ടിത്തെറി. സീറ്റ് തർക്കത്തെ തുടർന്ന് ജില്ലാ കമ്മിറ്റി അംഗം KK സുമേഷ് കുമാർ പാർട്ടി വിട്ടു. CPI വിട്ട നഗരസഭ മുൻ വൈസ് ചെയർമാൻ അഭിലാഷ് B. ചന്ദ്രൻ ഗുരുവായൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും.
റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ തുടരുന്നു. 455 പോയിന്റുമായി തൃശൂർ വെസ്റ്റ് ഉപജില്ല കുതിപ്പ് തുടരുന്നു. മൊഞ്ചത്തിക്കൂട്ടങ്ങൾ നിറഞ്ഞാടിയ ഒപ്പനവേദി കലാനഗരി കീഴടക്കി. ഏറവ് കൊടയാട്ടി പാടശേഖരത്തിൽ കൃഷി നശിക്കുന്നു. പടവിൽ വെള്ളം കെട്ടി നിർത്തിയതാണ് കൃഷിനാശത്തിന് കാരണമെന്ന് കർഷകർ. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.